ഇതെന്താണെന്ന് മനസ്സിലായോ? വീട്ടിൽ വാഴയുള്ളവർക്ക് മിക്കവാറും ആൾക്കാർക്ക് അറിയാൻ പറ്റും. വാഴ കുലച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പോളയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അതിനുള്ളിൽ നിന്ന് എടുക്കുന്ന സാധനമാണ് ഇത്, ഉണ്ണിക്കാമ്പ്. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിക്കാമ്പ് എന്ന് പറയും, ചില സ്ഥലങ്ങളിലൊക്കെ വാഴത്തട എന്നും പറയും. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയാമെന്ന് അറിയില്ല. എന്നാൽ പിന്നെ എന്തിനാണിത് വീട്ടിൽ എടുത്തുകൊണ്ട് വന്നതെന്നറിയോ? ഇത് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻ്റ് അടങ്ങിയ ഫുഡാണിത്. അപ്പോൾ വീട്ടിൽ കൊണ്ടാട്ടം ഉണ്ടാക്കാനും അതുപോലെ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ എടുക്കും. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ കനം കുറച്ചൊന്ന് ചീകി ഈ ഒരു നീളത്തിൽ അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഒരു 2-3 ദിവസം നല്ലോണം ഉണങ്ങിയപ്പോൾ ദാ ഇതുപോലെ കിട്ടി. രാവിലെ മഞ്ഞത്താണ് ഇതെൻ്റെ കയ്യിൽ എടുത്തിട്ട് നല്ല മയണ്ടേ. ഇത് നല്ല നൂലാണ്. നല്ല നൂലെന്ന് വെച്ചാൽ നമുക്ക് തയ്ക്കാനൊക്കെ കിട്ടുന്ന നൂലില്ലേ, അതുപോലെ ഇത് വലിച്ചു കഴിഞ്ഞാൽ അത്രയും ഇതുള്ള നൂലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് അതും കൊണ്ടൊരു സാധനം ഉണ്ടാക്കാമെന്ന്. സാധനം എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ? ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ ഉണ്ണിക്കാമ്പിൻ്റെ സംഗതിയൊക്കെ ഈ ചീകി അതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജിമിക്കീൻ്റെ ബേസാണ്. ജിമിക്കീൻ്റെ ബേസ് ഈ ഒരു വലുപ്പത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി പശ തേച്ച് കൊടുക്കുകയാണ്. പശ ഉപയോഗിക്കുന്നത് B7000 ഗമ്മാണ്. ഞാൻ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗമ്മാണ് B7000. ഗം ഒന്ന് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചീകി എടുത്തിട്ടുള്ള ഉണ്ണിക്കാമ്പ് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. താഴെഭാഗം ഒരു ഉള്ളിലേക്കൊന്ന് പകുതി വരെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ആ ഒരു ബേസ് മൊത്തത്തിൽ ഇങ്ങനെ പതുക്കെ സൂക്ഷിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടിക്കണം. ആ വിടവുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഉണ്ണിക്കാമ്പിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് ഗമ്മ് തേച്ചാൽ മതി. ഞാൻ കുറച്ചൊന്ന് ഞെക്കിയപ്പോൾ കുറച്ച് കൂടുതലൊക്കെ പോകുന്നു. ഒരുപാടൊന്നൊക്കെ തേക്കണം എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ നൂലൊക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ഒട്ടും, വേഗം പരിപാടി കഴിയുകയും ചെയ്യും. ഇതുപോലെ ഗ്യാപ്പിലൊക്കെ കുഞ്ഞു പീസ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതെ, ഇടയ്ക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് ആര്യാസ് വേൾഡ് എന്നാണ്. ജ്വല്ലറി മേക്കിംഗ് ആണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതിൽ ജ്വല്ലറി മേക്കിംഗ് ഐഡിയാസുകളുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള കമ്മൽ, മാല, പാദസരം എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നമ്മുടെ ഉണ്ണിക്കാമ്പ് ഇതുപോലെ 2 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ ഇതുപോലത്തെ കളറാണ്. ഞാൻ നല്ല റോസ് കളറാണ് എടുത്തിട്ടുള്ളത്. നല്ല കുറച്ച് കളർ കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള കളർ അടിക്കാം. ഈ ഒരു കളർ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കളർ പോകുമൊന്നുമില്ല. നമ്മളെ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന അതേ സെയിം കളർ തന്നെയാണിത്. ഇത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ഷാർപ്പുള്ള ബ്രഷൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ബ്രഷ് തന്നെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഭംഗിയായിട്ട് തന്നെ കിട്ടി. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 2 ബേസിലും ഇതുപോലെ തന്നെ ഒന്ന് കളറടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കണം. ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം കാണിച്ച പോലെ കയ്യിൽ വെച്ച് ചെയ്യാതെ ഇതുപോലെ പെൻസിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടും കിട്ടും. കയ്യിലൊന്നും ആവാണ്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബേസും ഇപ്പം അടിക്കുകയാണ്. അടിഭാഗത്തും അടിക്കണം കേട്ടോ. അത് മുകൾ ഭാഗം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അടിഭാഗത്തും അടിച്ചു കൊടുത്താൽ മതി. 2 ബേസും അടിച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് മാത്രമായിട്ടും ഇടാം. അടിയിലൊരു സ്റ്റോൺ ചെയിനൊക്കെ ഒട്ടിച്ചിട്ട് സിമ്പിളായിട്ട് വേണമെങ്കിലും നമുക്കിതിനെ സിമ്പിളായിട്ടോ ഹെവി ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്തെടുക്കാം. ഒക്കെ നമ്മുടെ ഐഡിയ പ്രകാരം തന്നെ ചെയ്യാം. നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും തന്നെ ഭംഗിയാക്കിയെടുക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഡെക്കറേഷൻ പണി ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ താഴെ ഭാഗത്തൊന്ന് ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ബോൾ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ സിൽവർ കളർ ബോൾ ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ബോൾ ചെയിന് 1 മീറ്ററിന് 12 രൂപയാണ് കടയിൽ വില വരുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് സ്റ്റോൺ ചെയിനാണ്. നല്ല വൈറ്റ് കളറ്, പ്യുവർ വൈറ്റ് കളറുള്ള സ്റ്റോൺ ചെയിന് ഇങ്ങനെ റൗണ്ടിൽ അതിന് മുകൾ ഭാഗത്തായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. ഇതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഹാഫ് ബീഡുകളാണ്. ഇതുപോലത്തെ കുഞ്ഞ് ഹാഫ് ബീഡുകളാണ് എടുത്തിട്ടുള്ളത്. അവനെ നമുക്ക് ഒട്ടിക്കേണ്ടത് ഈ ഒരു ജിമിക്കീൻ്റെ താഴെ ഭാഗത്തായിട്ടാണ്. എന്നാലാണ് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ.
അതിന് വേണ്ടിയിട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗമ്മ് തേക്കണം. താഴെ ഭാഗത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഗമ്മ് തേച്ചിട്ട് അവിടെ ചെറിയ തടിപ്പൊക്കെ ഉണ്ടാവും. ആ ഒരു തടിപ്പൊക്കെ റെഡി ആവുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. നല്ലോണം അമർത്തി ഒട്ടിച്ചാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിന്നോളും. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, സ്റ്റോണൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഈ ഒരു ടൂൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, അതായത് സ്റ്റോൺ പിക്കറോ അതുപോലെ എന്തെങ്കിലും ബഡ്സോ പേനയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ സ്റ്റോണുകളുടെ മുകളിലും കയ്യിലൊക്കെ ഗമ്മായിട്ട് ആകെ വൃത്തികേടാവും. നമ്മൾ ഉണ്ടാക്കുന്ന സാധനവും കാണാൻ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം നല്ല ഭംഗിയുള്ളൊരു ജിമിക്കി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് ഹെഡ് പിന്നാണ്. അതിലൊരു റോസ് കളർ മുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ജിമിക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഈ മുത്തിടുന്നതിൻ്റെ ഉദ്ദേശം ജിമിക്ക് ചെരിഞ്ഞൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ വീണ്ടും ഒരു റോസ് മുത്ത്, പിന്നെ ഒരു കുഞ്ഞു മുത്ത് വെള്ള, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ കട്ടർ വെച്ചിട്ട് ആ മുകൾ ഭാഗത്ത് കുറച്ച് നീളം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നോസ് പീലർ വെച്ചിട്ട് ഒന്ന് ഹൂപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിയായിട്ട് തന്നെ ഹൂപ്പ് ചെയ്തെടുക്കണം. ഇപ്പം ജിമിക്കി ആയിട്ടുണ്ട്. ജിമിക്കി മാത്രം ഇടണമെന്നുണ്ടെങ്കിൽ അതൊരു ഹിയറിംഗ് ഹുക്കിൽ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ സ്റ്റെഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് OCP ഷീറ്റിൽ ഇതുപോലത്തെ ഒരു റോസ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ചുറ്റും ഒട്ടിക്കുന്നത് ഒരു ബോൾ ചെയിനാണ്. നമ്മൾ നേരത്തെ ജിമിക്കീൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ള അതേ ബോൾ ചെയിൻ സിൽവർ കളർ തന്നെയാണ്. ഒന്ന് ആ ഒരു സ്റ്റോണിന് ചുറ്റും നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി വേണ്ടത് ഒന്നും കൂടെ ഗമ്മ തേച്ചിട്ട് നമ്മൾ നേരത്തെ ആ ജിമിക്കീൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ള ഹാഫ് ബീഡ്, ആ ഒരു വൈറ്റ് കളറ് ഹാഫ് ബീഡാണ് ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ B7000 ഗം ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഏരിയയിൽ മാത്രം തേച്ചിട്ട് സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഗമ്മ് വേഗം ഡ്രൈ ആയി പോവും. അപ്പോൾ അല്ലെങ്കിൽ വേഗം ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഹാഫ് ബീഡ് വേഗത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു സ്റ്റോൺ ഒട്ടിക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോൺ ഒട്ടിക്കുന്നതൊക്കെ നല്ലോണം കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് സൈഡൊക്കെ വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്യണം. അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയുള്ളത്. ഇവിടെ ഒന്ന് ഗമ്മ തേച്ചിട്ട് ഒരു ഐപ്പിന്ന് കൊടുക്കുന്നുണ്ട്. ജിമിക്കി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐപ്പിന്ന് കുഞ്ഞതാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പറിൽ ഒരു ബാക്ക് സ്റ്റഡും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഐപ്പിന്നും പറഞ്ഞു വരില്ല, ബാക്ക് സ്റ്റഡും പറഞ്ഞു വരില്ല. നല്ല വൃത്തിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇനി അവസാനത്തെ പരിപാടി എന്താ? സ്റ്റഡിൽ ജിമിക്കി ഒന്ന് ഹാങ് ചെയ്തും കൂടെ എടുത്താൽ ജിമിക്കി കമ്മൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ എടുക്കുക. അപ്പോൾ ഉണ്ണിക്കാമ്പ് മാറി നല്ല അടിപൊളിയൊരു കമ്മലായത് കണ്ടോ. വീട്ടിൽ ഉണ്ണിക്കാമ്പൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ഉണ്ണിക്കാമ്പും കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് വേഗം നാശമായി പോകില്ലേ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഒന്നാവില്ല, നമ്മൾ നൂലായിട്ട് ഉണക്കിയെടുത്തതല്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ കിടന്നോളും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഫസ്റ്റ് പറയുന്ന കാര്യം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയ്ക്കും കാണാം. ബൈ ബൈ.